നമസ്കാരം സുഹൃത്തുക്കളെ. ലോകമെങ്ങും എല്ലാവരും വലിയ ദുഃഖത്തിലും വേദനയിലും വിഷമത്തിലൂടെയും കടന്നു പോകുന്ന കുറച്ച് നിമിഷങ്ങളാണ്. കാരണം ലോകാരാധ്യനായിട്ടുള്ള ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെ കാലം ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലോകത്ത് ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ആധുനിക ലോകത്തിൽ. അതായത് കത്തോലിക്ക സഭയെക്കുറിച്ച് പറയുന്നത് യേശു ക്രിസ്തുവിനാൽ സ്ഥാപിതമായ ലോകത്തിലെ ഒരേ ഒരു സഭ അത് കത്തോലിക്ക സഭയാണെന്നാണ്. കാരണം മറ്റെല്ലാ സഭകളും അതിൻ്റെ ഫൗണ്ടേഷൻ നമുക്ക് നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ സ്ലീഹന്മാരായിരിക്കും, ഏതെങ്കിലും കർത്താവിൻ്റെ അപ്പസ്തോലന്മാരായിരിക്കും, അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും രാജാക്കന്മാരായിരിക്കും. എന്നാൽ കത്തോലിക്ക സഭയുടെ ഫൗണ്ടർ ആരാണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, അത് ജീസസ് ക്രൈസ്റ്റ് ആണ്. നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ മതി. യേശു ക്രിസ്തു ആണ് കത്തോലിക്ക സഭയുടെ സ്ഥാപകൻ. അത്തരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രധാന ശിഷ്യനായിട്ടുള്ള പത്രോസിൻ്റെ സിംഹാസനത്തിലെ പിൻഗാമിയായിട്ട് കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം 12 വർഷക്കാലം 2013 മുതൽ 2025 വരെ നമ്മളെല്ലാവരും ഈ ലോകത്തിനെ തന്നെ ധാർമ്മികമായി നയിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കാലം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം 2013 അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്ന ഒരു സമയമുണ്ട്. എനിക്ക് തോന്നുന്നു 90കളിലെ അവസാനം ജനിച്ച ഒരു ആളെന്ന നിലയിൽ ഒരു മാർപ്പാപ്പയുടെ ശുശ്രൂഷയെ വളരെയധികം കൗതുകത്തോട് നോക്കിക്കണ്ട ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. കാരണം എനിക്കൊരു 15-16 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം 2013, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഒരു നോമ്പ് കാലത്തിലായിരുന്നു 2013 മാർച്ച് 13 ഒരു വെളുപ്പിന് കുർബാനയ്ക്ക് പോകുന്നതിന് തൊട്ട് മുൻപാണ് ഇങ്ങനെ TV വെച്ച് നോക്കി. കാരണം ആ സമയത്ത് കോൺക്ലേവ് നടക്കുകയാണ്. ആ സമയത്ത് ആണ് വെളുത്ത പുക ഉയർന്ന മാർപ്പാപ്പയ നമുക്ക് വന്നു, കർദിനാൾ ജോർജ് മരി ബെർഗോളിയോ എന്ന് പറഞ്ഞിട്ട്. അതുവരെ ആർക്കും അറിയാത്തൊരു വ്യക്തിയാണ് മാർപ്പാപ്പയായിട്ട് ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം ലോകമെങ്ങും ഒരു വലിയ വ്യത്യാസമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി. കാരണം ബെനഡിക്ട് 16 മാർപ്പാപ്പ രാജിവെക്കുന്ന സമയത്ത് നമുക്കറിയാം കത്തോലിക്ക സഭയിൽ ഏകദേശം കുറേ ക്രമരാഹിത്യങ്ങളുണ്ടായിരുന്നു, കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തോന്നലുകൊണ്ട് അദ്ദേഹം രാജിവെക്കുകയും, എന്നാൽ അതിനുശേഷം ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. നമുക്കറിയാം ഒരുപാട് പത്രങ്ങൾ പറഞ്ഞു അദ്ദേഹമാണ് മാർപ്പാപ്പ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരുപാട് സാധ്യതകൾ കൽപ്പിച്ചു. എങ്കിലും മാർപ്പാപ്പയായി വന്നത് അതുവരെ ആരും ഒരു സാധ്യതയും കൽപ്പിക്കാതിരുന്ന കർദിനാൾ ജോർജ് മരി ബെർഗോളിയോ അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അദ്ദേഹം അധികാരം ഏറ്റെടുത്ത് അദ്ദേഹത്തിന് ഇലക്ട് ചെയ്ത ആ ടൈം മുതൽ നമുക്കറിയാം ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണുന്നു. അദ്ദേഹം വരുന്നതാണെങ്കിലും വളരെ ലളിതനായിട്ട് വരുന്നു. ഒരുപാട് വലിയ നമ്മുടെ ഇന്ത്യയിലെ മാരുതി 800 എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു വണ്ടിയാണ് അദ്ദേഹം, വാഹനമാണ് അദ്ദേഹം വത്തിക്കാനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ സുഡാനിലെ ആഭ്യന്തര യുദ്ധം ഒക്കെ പരിഹരിക്കാനായിട്ട് ഒരു മാർപ്പാപ്പ കാലിൽ വീണ് അവിടുത്തെ ഗോത്ര നേതാക്കന്മാരോട് സംസാരിക്കുന്നതൊക്കെ നമ്മളൊക്കെ കരഞ്ഞുകൊണ്ടായിരിക്കും നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുക. അത്രമാത്രം വിനീതനായിട്ടുള്ള, എന്നാൽ ഈ ലോകത്തിൽ ഏറ്റവും അധികാരമുള്ള ഒരാളാണ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. ലോകമെങ്ങും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാ ഞായറാഴ്ചയും ലോകമെങ്ങും ആദ്യം നോക്കുന്നത് മാർപ്പാപ്പ എന്ന് പറയുന്നു. ഞായറാഴ്ചകളിലെ പ്രസംഗങ്ങളാണെങ്കിലും ബുധനാഴ്ചകളിലാണെങ്കിലും പ്രധാനപ്പെട്ട ഒക്കേഷൻസിലാണെങ്കിലും ഒക്കെ ഈ മാർപ്പാപ്പ എന്ത് പറയുന്നു, അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരിതാണ്. ഒപ്പം ഒരു യൂത്ത് എന്ന നിലയിൽ, ഒരു യുവാവെന്ന നിലയിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ വളരുന്ന അല്ലെങ്കിൽ ഒരു ടീനേജ് കാലഘട്ടം മുതലേ കാണുന്ന ഒരു മാർപ്പാപ്പയാണ്. മറ്റ് മാർപ്പാപ്പന്മാരൊക്കെ നമുക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള യൂത്തിനെയൊക്കെ സംബന്ധിച്ച്, ഞങ്ങളുടെ ഏജിൽ നിൽക്കുന്ന ഒരു യൂത്തിനെ സംബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ശുശ്രൂഷയാണ് ഞങ്ങളൊക്കെ വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത്. സോ അത്രയും ഇൻഫ്ലുവൻസ് പേഴ്സണലി പറഞ്ഞ് എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കത്തോലിക്ക സഭയിൽ ദണ്ഡവിമോചനം കിട്ടാനായിട്ട് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഒരു ഇൻ്റലിജൻസിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രാർത്ഥിക്കാറുള്ളത്. വ്യക്തിപരമായിട്ട് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളോടും നമുക്ക് ഉൾക്കൊള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ പെട്ടെന്നൊന്നും മറ്റുള്ളവർക്കൊക്കെ ദഹിക്കാന്ന് വരില്ല. കാരണം കത്തോലിക്ക സഭയുടെ ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു രീതിക്ക് കുറച്ച് വിരുദ്ധമായിട്ടാണ് പെട്ടെന്ന് ഒരു കാര്യം പറയുക. പക്ഷേ അദ്ദേഹം ഒരിക്കലും കത്തോലിക്ക സഭയുടെ മൂല്യങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ച വ്യക്തിയല്ല. അദ്ദേഹം
ഇപ്പോൾ നമുക്കറിയാം ഒരു സെയിം സെക്സ് മാരേജിനാണ് അദ്ദേഹം ഒരിക്കലും സെയിം സെക്സ് മാരേജിനെ അനുകൂലിക്കുകയോ സെയിം സെക്സ് മാരേജ് നടത്തണം എന്നൊന്നുമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെയുള്ളവരെ കൂടുതൽ പരിഗണിക്കണം എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ അതിന് കുറച്ചൊക്കെ വക്രീകരിച്ചൊക്കെ കാണിക്കാറുണ്ട്. എനിവേ, അദ്ദേഹം എടുത്തിരിക്കുന്ന പല കാര്യങ്ങളും പല തീരുമാനങ്ങളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എന്താ പറയുന്നത്, ഇതെന്താ ഇങ്ങനെ മാർപ്പാപ്പ പറയുന്നതൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. പൊളിറ്റിക്കലി ആണെങ്കിലും സോഷ്യലി ആണെങ്കിലും ഫിലോസഫിക്കലി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെയൊക്കെ വളരെയധികം ആൾക്കാർ ചോദ്യം ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് യാഥാസ്ഥിതികമായിട്ടൊക്കെ നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട്. അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി എന്താണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ കത്തോലിക്ക സഭയിൽ നിന്ന് വിമർശനങ്ങൾ വന്ന ഒരു മാർപ്പാപ്പയാണ്. പ്രത്യേകിച്ച് ഒരുപാട് കൾട്ട് ഗ്രൂപ്പുകളൊക്കെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാർപ്പാപ്പയാണ് ഈ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. എങ്കിലും അദ്ദേഹം, ഞാൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ വികാരി എന്നാണ് പറയുക ഒരു മാർപ്പാപ്പയെ. അത് ലോകത്തുള്ള ഒരു സഭാധ്യക്ഷനും അത്തരത്തിലുള്ള പേരില്ല. ക്രിസ്തുവിൻ്റെ വികാരിത്തോസ് എന്ന് പറഞ്ഞാൽ തന്നെ പകരക്കാരൻ അല്ലെങ്കിൽ എന്നാണ് അർത്ഥം. പ്രതിപുരുഷൻ, പകരക്കാരൻ എന്നാണ് അർത്ഥം. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പകരക്കാരനായി ഈ സഭയെ നയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യേശു ക്രിസ്തു എങ്ങനെയായിരിക്കാം, ഒരു യുദ്ധം നടക്കുമ്പോൾ യേശു ക്രിസ്തു എങ്ങനെയായിരിക്കാം ആ യുദ്ധം നടത്തുന്ന ആളുകളോട് പറയുക, അല്ലെങ്കിൽ ഒരു പാപിയോട് യേശു ക്രിസ്തു എങ്ങനെയായിരിക്കും പ്രതികരിക്കുക. അത്തരത്തിലുള്ള നമ്മൾ ചിന്തിച്ചാൽ മതി. അത് മാത്രമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തിട്ടുള്ളൂ. ഒരു പാപിയെ കാണുമ്പോൾ, ഒരു പാപിയെ കാണുമ്പോഴാണെങ്കിലും, ഒരു വിഷമിക്കുന്ന ആളെ കാണുമ്പോഴാണെങ്കിലും, ഒരു സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കുക. നമുക്കറിയാം ഒരുപാട് വികൃതമായ രൂപങ്ങളെന്നൊക്കെ, ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അയ്യോ ഇതെന്താ എന്ന് പെട്ടെന്ന് തോന്നുന്ന രൂപങ്ങൾ, അങ്ങനെയുള്ള മനുഷ്യരൊക്കെ വളരെ ചേർത്ത് പിടിച്ച് വളരെ മാർപ്പാപ്പയുടെ അടുത്ത് എപ്പോഴും കുട്ടികൾ ഓടി വരുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്രയും ലാളിത്യമുള്ള ലളിതമായൊരു മാർപ്പാപ്പ. ശരിക്കും എനിക്ക് തോന്നുന്നു യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മുഖം ഈ ലോകത്തിൽ മുഴുവൻ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്രമാത്രം ആളുകൾ, ഞാൻ നോക്കുമ്പോൾ ഒരുപാട് സെലിബ്രിറ്റി ലെവലിൽ നിന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ ദൈവത്തിൽ വിശ്വസിക്കാത്തവർ പോലും മാർപ്പാപ്പയുടെ അനുശോചന സന്ദേശങ്ങൾ അയക്കുമ്പോഴും, കാരണം ഒരു സഭയുടെ ഏറ്റവും വലിയ സഭയുടെ പരമാധ്യക്ഷനാണ് അദ്ദേഹം. പക്ഷേ അത് മാർപ്പാപ്പ ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ ആ ഒരു വലിയ ഒരു വ്യക്തിത്വത്തിന്, അല്ലെങ്കിൽ മാർപ്പാപ്പ എന്ന് പറയുന്ന സ്ഥാനത്തിന് ഒരുപാട് ജനകീയത കൊടുത്ത ഒരു വ്യക്തിയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ. തീർച്ചയായിട്ടും അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇനി സ്വർഗത്തിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ കുറേയും കൂടി ശക്തനായ മാർപ്പാപ്പയായിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാവിധ നമുക്ക് പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം അതായത് ഇനി ഏപ്രിൽ 28 മുതലാണെന്ന് തോന്നുന്നു കോൺക്ലേവ് ആരംഭിക്കുന്നത്. നമുക്കറിയാം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരണം എന്ന് ചിന്തിക്കുന്നൊന്നും ഒരിക്കലും ഒരുപാട് മാധ്യമങ്ങളൊന്നുമല്ല. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയാണെങ്കിലൊന്നും പ്രൊഡിക്റ്റ് ചെയ്യപ്പെടാത്ത ലിസ്റ്റിലുള്ള ഒരാളായിരുന്നു. അത് കറക്റ്റായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ തീരുമാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ തിരഞ്ഞെടുപ്പാണ്. കത്തോലിക്ക സഭയിൽ ഒരു മെത്രാനെ തിരഞ്ഞെടുക്കുന്നത് പോലും പരിശുദ്ധാത്മാവാണ്. മറ്റ് സഭകളിലൊക്കെ ഇപ്പം നമുക്കറിയാം, കേരളത്തിൽ തന്നെ മറ്റ് സഭകളിലൊക്കെ ആണെങ്കിലും ഇന്ന വ്യക്തി കഴിഞ്ഞാൽ ഈ വ്യക്തിയാണ് അടുത്ത സഭ മെത്രാപ്പൊലീത്ത. അതിപ്പോൾ ഓർത്തഡോക്സ് ആണെങ്കിലും മറ്റേത് സഭയാണെങ്കിലും, നമുക്ക് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കൊക്കെ മരിച്ചപ്പോൾ അയാൾക്ക് ശേഷം വന്നത് അടുത്ത ആൾ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റിയിരുന്നു. കാരണം അവർ തന്നെ മുൻപേ കൂട്ടി തിരഞ്ഞെടുത്തിരുന്നു. പക്ഷെ ഒരിക്കലും കത്തോലിക്ക സഭയിൽ മറ്റ് റീത്തുകളിലാണെങ്കിൽ തന്നെയും മറ്റ് വ്യക്തിസഭകളിലാണെങ്കിൽ തന്നെയും ഒരിക്കലും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. ഇപ്പോൾ ആലഞ്ചേരി പിതാവിന് ശേഷമാണെങ്കിലും തട്ടിപ്പിതാവ് വരുന്നു, ആരും പ്രൊഡിക്റ്റ് ചെയ്യപ്പെടാത്തതാണ്. പരിശുദ്ധാത്മാവാണ് കത്തോലിക്ക സഭയെ നയിക്കുന്നത്. സോ നമ്മളെല്ലാവരും അതിൽ വിശ്വസിക്കാം. പുതിയൊരു മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിനി ഒരു ഫ്രാൻസിസ് യുഗത്തിന് ശേഷം ഒരുപാട് ചലഞ്ചസ് ആയിരിക്കും ഇനി. പ്രത്യേകിച്ച് കുറേയും കൂടി ആധുനികമായ ഒരുപാട് മൂല്യങ്ങളിലൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ വെല്ലുവിളികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. തികച്ചും അതിന് അനുസൃതമായൊരു പരിശുദ്ധ പിതാവിനെ തന്നെ, ക്രിസ്തുവിൻ്റെ വികാരിയെ തന്നെ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തരുമെന്ന് ഉറച്ച് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. എങ്കിലും ഫ്രാൻസിസ് യുഗം എന്നും കത്തോലിക്ക സഭയുടെ ഒരു വലിയ എന്നും ഒരു ഏടിൽ
അല്ലെങ്കിൽ ചരിത്രത്തിൽ ഒരു വലിയ തിലകക്കുറി തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളാണെങ്കിലും ചാക്രിക ലേഖനാണെങ്കിലും വളരെ ലളിതമാണ്. നമുക്കെല്ലാവർക്കും ഈ ലൗദാത്തോ സിയൊക്കെ വായിക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ്. അപ്പം വിശുദ്ധി പ്രാപിക്കേണ്ടതിനെ പറ്റി ഒക്കെ അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ആയിരുന്നാൽ തന്നെ മതി, നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചാൽ മതി, നമുക്ക് വിശുദ്ധരാകാമെന്ന് പറഞ്ഞു. അപ്പം പ്രാർത്ഥനയെക്കുറിച്ചിട്ടാണെങ്കിൽ ഞാൻ മാർപ്പാപ്പ പറയുന്ന പ്രാർത്ഥനാ രീതി ആക്ട്സ് എന്ന് പറയും, അതാണ് ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നത് ശരിക്കും ആ രീതിയിലാണ്. കാരണം അത്രയും മാത്രം നമ്മളൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. സോ ആ ഒരു വലിയ പരിശുദ്ധ പിതാവിന് മുൻപിൽ എല്ലാവിധത്തിലുള്ള എന്താ പറയുക പ്രാർത്ഥനയും ഒക്കെ നേരുകയാണ്. തീർച്ചയായിട്ടും കത്തോലിക്ക സഭയ്ക്ക് സ്വർഗത്തിലൂടെ ഏറ്റവും വലിയ മധ്യസ്ഥനായിരിക്കും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ എല്ലാ കൂപ്പുകയും അർപ്പിക്കുകയാണ്. ഇനി പുതിയൊരു മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഉറപ്പായിട്ടും നമുക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ പുതിയ വികാരി തരുമെന്ന് വിശ്വസിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.